പ്രിയപ്പെട്ടവർ, നമുക്കിങ്ങനെ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറേ സാധനം ഇങ്ങനെ പിടിച്ച് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനെപ്പോഴും ഷൂട്ട് ചെയ്യുന്ന S23 അൾട്രക്കാണെങ്കിൽ എൻ്റെ DJIൻ്റെ ഗിംബൽ ഫിറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയതാണ്. Insta360 ഫ്ലോ എന്ന് പറയും. ഭയങ്കര റിവ്യൂ ഒക്കെ ആണ്. ഒന്ന് തുറക്കാൻ പോവുകയാണ്. ഇതാരോ ഓൾറെഡി അൺബോക്സ് ചെയ്തിക്കല്ലോ. സ്റ്റാഫ് അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഇതിങ്ങനെ അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, നോക്കൂ. യെസ്, ഇതാണ് സംഭവം. ഓക്കെ, വളരെ പോക്കറ്റിലൊക്കെ ഉൾക്കൊള്ളുന്നൊരു സംഭവമാണ്. ഇതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് തുറക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതിങ്ങനെ വെച്ചിരുന്നു. ഓക്കെ, ഇതാ കണ്ട ഇതിലേക്ക് ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതാണ് സംഭവം. ഓക്കെ, ഇത് ഗിംബലാണ്. ഗിംബൽ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മറ്റൊരു സാധനം കൂടി കിട്ടും. ക്ലാമ്പാണത്. ക്ലാമ്പ്. ഈ ക്ലാമ്പിലാണ് നമ്മൾ ഫോൺ ഘടിപ്പിക്കുക. ക്ലാമ്പ് ഇങ്ങോട്ട് പറിച്ച് കളയാം. ഇവിടെയാണ് ക്ലാമ്പ് ഘടിപ്പിക്കുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ക്ലാമ്പ് ഘടിപ്പിക്കാം. മറ്റേ ഗിംബൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പണിയാണ്. ഇതിൻ്റെ ഒരു ഇതാണ് കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഗിംബലിൻ്റെ ഈ സാധനം കൂടി ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്കിതിൽ നിന്ന് ഫോൺ പിടിപ്പിച്ച് നോക്കാം. ഫോണിൽ ക്യാമറ വേണ്ട ഭാഗം കണ്ടോ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാലൻസായി. കുറേ കാര്യങ്ങളായി പഠിക്കാനുണ്ട്. പഠിച്ച ശേഷം ഞാൻ വീണ്ടും ഇടാം. ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഇതാണ്. അതിപ്പോൾ ഇങ്ങനെ വെച്ച് സ്റ്റാൻഡിന് ഇങ്ങനെ കൂടെ ഒരു സാധനം പോക്കറ്റിലിട്ട് നടന്നാൽ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ളതുകൊണ്ടാണ്. സെനി ബോക്സിൽ എന്താ ഉള്ളത് കൂടി നോക്കാം നമുക്ക്. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് വരുത്താൻ വേണ്ടിയാണ് വരുന്നത്. ഇതിൻ്റെ ഗ്രിപ്പും ഒരു പൗച്ചുണ്ട്, മനോഹരമായ പൗച്ചുണ്ട്. ഇതിൻ്റെ മുകളിലിട്ടുള്ള റബ്ബർ കവറാണ്. ഇങ്ങനെ ഹാൻഡ് ഇങ്ങനെ പിടിച്ചിടുമ്പോൾ ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള കവറാണ്. ഓക്കെ, ഇതാ. ഇനി ഇതിൻ്റെ യൂസൊക്കെ പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഈ തരത്തിൽ വേറെ എന്തൊക്കെ സാധനം മാനുവലുകളുണ്ട്. നമുക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം.